ഹലോ ആൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോർഷൻ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഈ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? പല ടൈപ്സിലുള്ള സാമ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഏത് രീതിയിലാണ് എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് അനലൈസിസ് ഓഫ് വാരിയൻസ്. അത് പല എക്സാമ്പിളിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബാക്കി പോർഷൻ നോക്കാം. അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അനലൈസിസ് ഓഫ് വാരിയൻസിൻ്റെ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, സെക്കൻഡ് വൺ ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ഈ വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾസ് ഒരു ഒറ്റ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിനെന്ത് വിളിക്കാം? വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതല്ല, നമുക്ക് തന്നിട്ടുള്ള സാമ്പിൾസ് രണ്ട് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. In one-way classification, observations are classified into groups on the basis of single criterion. One-way classification ഒബ്സർവേഷൻസ് ഒരു സിംഗിൾ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി വാണ്ട് ടു സ്റ്റഡി ദ yield ഓഫ് എ ക്രോപ്പ്. നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഇനം ധാന്യത്തിൻ്റെ വിളവിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് കരുതുക. ദിസ് സ്റ്റഡി ക്യാൻ ബി മെയ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ എഫക്ട് ഓഫ് ദ വാരിയബിൾ സേ ഫെർട്ടിലൈസർ. അപ്പോൾ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, ഇങ്ങനൊരു എക്സാമ്പിൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. ഫെർട്ടിലൈസർ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ ഇതിന് മുന്നേ വരച്ച് കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു 3 പ്ലോട്ട് തിരഞ്ഞെടുത്തു എന്ന് വിചാരിച്ചു. കൃഷിക്ക് വേണ്ടിയിട്ട് 3 പ്ലോട്ട് തിരഞ്ഞെടുത്തു. അവിടെ നമ്മൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗോതമ്പാണെന്ന് കരുതുക. അങ്ങനെ ഗോതമ്പ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ 3 പ്ലോട്ടിൽ 3 രീതിയിലുള്ള വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വളമൊക്കെ ഉപയോഗിച്ച് അതിന് വളരാൻ വേണ്ട സമയമൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിനെന്ത് വിളവിനുള്ള പാകമാകും അല്ലേ? അങ്ങനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ പ്ലോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വളം വ്യത്യസ്ത രീതിയിലായതുകൊണ്ട് തന്നെ ഓരോ പ്ലോട്ടിൽ നിന്നും കിട്ടുന്ന വിളവും വ്യത്യാസമായിരിക്കും അല്ലേ? അതിൻ്റെ ഈൽഡ് വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫെർട്ടിലൈസർ എന്നുള്ളതാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഒരൊറ്റ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഈ ഡാറ്റേനെ നമുക്ക് എന്ത് വിളിക്കാം? വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താ വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരൊറ്റ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഇനി ബാക്കി കൂടി നോക്കാം. Here we apply different kinds of fertilizers on the different paddy fields and try to find out the difference in the effect of these different kinds of fertilizers on yield. So we get case samples. ഇപ്പോൾ ഇത് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ അതിൽ എഴുതിയിരിക്കുന്നത്. എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ ഡിഫറെൻറ്റ് പ്ലോട്ടിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ സാമ്പിൾ കെ ആണെന്ന് കരുതുക. നമുക്ക് കിട്ടിയ അതിന് കെ എന്ന് പേര് കൊടുക്കുന്നു. സോ വി ഗെറ്റ് കെ സാമ്പിൾസ്, ഈച്ച് ഓഫ് ദം ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. ആ ഓരോ സാമ്പിൾ, അതായത് ഫസ്റ്റ് പ്ലോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിൽ നിന്ന് തേർഡ് പ്ലോട്ട്, 3 പ്ലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് കരുതുക. 3 കൃഷിയിടത്തിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ ആ 3 കൃഷിയിടത്തിൽ നിന്നും കിട്ടുന്ന സാമ്പിളിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കുമല്ലോ അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വിളവിൻ്റെ ഓരോ പിന്നെ ഫെർട്ടിലൈസറിനെയും അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോ പോപ്പുലേഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാം? കെ സാമ്പിൾസ് കിട്ടാം. പോപ്പുലേഷൻ എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ആ മീനിങ് അല്ല കേട്ടോ, ജനസംഖ്യ എന്നുള്ള മീനിങ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മൊത്തത്തിൽ എന്താണ്? കൃഷിയിടം എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ദീസ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ആർ പാഡി ഫീൽഡ്സ് വേർ ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പോപ്പുലേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഹിയർ ദ ഓൺലി വൺ വാരിയബിൾ ഈസ് ദ എഫക്ട് ഓഫ് ഫെർട്ടിലൈസർ ഓൺ yield. ഇവിടെ ഒരേ ഒരു വാരിയബിൾ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. എന്താ? എഫക്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഓൺ yield. ഓക്കെ, ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദിസ് സിംഗിൾ ക്രൈറ്റീരിയൻ എഫക്ട് ഓഫ് ഫെർട്ടിലൈസർ. ഇവിടെ
ഒരേ ഒരു സിംഗിൾ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതിനെയാണ് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്? എഫക്ട് ഓഫ് ഫെർട്ടിലൈസർ, ഫെർട്ടിലൈസറിന്റെ എഫക്ട്. അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിളവിലും വ്യത്യാസം വരാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിന് അനുസരിച്ച്. സോ ഇൻ വൺ വേ ക്ലാസിഫിക്കേഷൻ വി ഹാവ് കെ സാമ്പിൾസ്. അതുകൊണ്ട് തന്നെ വൺ വേ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കെ സാമ്പിൾസ് കിട്ടാം. ഈച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് ഒബ്സർവേഷൻസ് കളക്ടഡ് ഫ്രം ഡിഫറെന്റ് പോപ്പുലേഷൻസ് വേർ ഡിഫറെന്റ് ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ്. എന്ന് വെച്ചാൽ ഓരോ സാമ്പിളും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതിൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള റിസൾട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്നു. ഇനി any observations belonging to the collected data has three components, namely general effect, effect of the fertilizer and effect of unknown factors. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ റിസൾട്ടിലും എനി ഒബ്സർവേഷൻ ബിലോങ് ടു ദ കളക്ടഡ് ഡാറ്റ ഹാസ് 3 കമ്പോണൻസ്. അതിൽ നിന്ന് നമുക്ക് 3 കമ്പോണൻസ് കിട്ടാം. ഒന്ന് ജനറൽ എഫക്റ്റ്, മൊത്തത്തിൽ എങ്ങനെയാണ് അതിന്റെ ടോട്ടൽ റിസൾട്ട് എന്നതും. അടുത്തത് എഫക്ട് ഓഫ് ദ ഫെർട്ടിലൈസർ അതിനെ എങ്ങനെ എഫക്ട് ചെയ്തു എന്നതും. അടുത്തത് എഫക്ട് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ഈ ഫെർട്ടിലൈസർ കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതും അതിനെ എങ്ങനെ എഫക്ട് ചെയ്തു എന്നതും. നമ്മൾ അൺനോൺ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഇതല്ലാതെ നമ്മൾ വെള്ളം ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതും എങ്ങനെ എഫക്ട് ചെയ്തു എന്നതിനെയും ബേസ് ചെയ്ത് 3 കമ്പോണൻസ് ആണ് ഇതിലും ഉണ്ടാവുക. ഒന്ന് ജനറൽ എഫക്ട് മൊത്തത്തിലുള്ളത്, ഒന്ന് ഫെർട്ടിലൈസർ അതിനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തു, ആദ്യം ഉപയോഗിച്ച യൂറിയ അങ്ങനെയുള്ള കുറെ വളങ്ങളുണ്ടല്ലോ, അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത്, പിന്നെ അടുത്തത് അത് കൂടാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അൺനോൺ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിനെ ഒരു ചെറുതായിട്ട് ഒരു ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കാര്യങ്ങളെ. ദാറ്റ് ഈസ് xij ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ആൽഫ ഐ പ്ലസ് സിഗ്മ ഐ ജെ. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, xij ഈസ് ഈക്വൽ ടു, ഈ സിമ്പിൾ മ്യൂ എന്നാണ് വായിക്കുക, പ്ലസ് ഇത് ആൽഫ എന്നാണ് വായിക്കുക, ആൽഫ ഐ എന്നാണ് എഴുതിയിരിക്കുന്നത്, ആൽഫ ഐ പ്ലസ് ഇത് സിഗ്മ എന്നാണ് സിമ്പിൾ വായിക്കുക, സിഗ്മ ഐ ജെ. ഇവിടെ xij എന്ന് പറയുന്നത് ഈസ് എനി ഒബ്സർവേഷൻ, നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്സർവേഷനെയാണ് xij എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറയുന്നത് ജനറൽ എഫക്ട്, ഇതിൽ പറഞ്ഞല്ലോ ഒരു ജനറൽ എഫക്ട് ഉണ്ടായിരിക്കുന്നു. പിന്നെ അടുത്ത് ആൽഫ ഐ എന്ന് പറയുന്നത് ദ എഫക്ട് ഓഫ് ഐത്ത് ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ ആ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ്, ആ എഫക്ട് എത്രത്തോളം എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്കൊന്ന് കിട്ടിയത്, അത് ആൽഫ ഐ. അടുത്തത് എന്താ പറയുക, എപ്സിലോൺ, അല്ലെങ്കിൽ ഇതിനെ എപ്സിലോൺ എന്ന് പറയാം, സിഗ്മ എന്ന് പറയാം. എപ്സിലോൺ ഐ ജെ ഈസ് ദ എഫക്ട് ഓഫ് അൺനോൺ ഫാക്ടർ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അൺനോൺ ഫാക്ടറിന്റെ എഫക്ട് ഏത് രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, അപ്പോൾ വൺ വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നു. ഇവിടെ ഇനി അടുത്തത് 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഇൻ 2 വേ ക്ലാസിഫിക്കേഷൻ ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ 2 ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് 2 ക്രൈറ്റീരിയ. അപ്പോൾ ഈ പറഞ്ഞു തന്നെ 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്സർവേഷൻ ക്ലാസ് ചെയ്യുന്നതെങ്കിൽ, അത് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? 2 വേ ക്ലാസിഫിക്കേഷൻ. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് വി വാണ്ട് ടു സ്റ്റഡി ദ yield ഓഫ് എ ക്രോപ്പ്. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ദിസ് സ്റ്റഡി ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ റെസ്പെക്ട് ഓഫ് ദ എഫക്ട് ഓഫ് 2 വേരിയബിൾസ്, സേ ഫെർട്ടിലൈസർ ആൻഡ് സീഡ്. ഇവിടെ പക്ഷേ 2 വേരിയബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ 1 വേയിൽ എന്തായിരുന്നു? ഫെർട്ടിലൈസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 വേയിൽ സീഡ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ here we apply different kinds of fertilizers and different kinds of seeds on different paddy yields and try to find out the difference on the effect of these different fertilizers and different seeds on the yield. അപ്പോൾ നമ്മൾ 3 പ്ലോട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് കരുതുക. 3 പ്ലോട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ കൃഷിയിടം, രണ്ടാമത്തെ കൃഷിയിടം, മൂന്നാമത്തെ കൃഷിയിടം. അതിന് വേണമെങ്കിൽ P1, P2, P3. ഇതിന് മുന്നേ ഇതേ എക്സാമ്പിൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരേ സംഭവം തന്നെ. ഇപ്പോൾ ഇതിൽ ഗോതമ്പാണ് നമ്മൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ അതിനൊക്കെ നമ്മളിങ്ങനെ വളമിടുമല്ലോ. വളമിടുമ്പോൾ ഗോതമ്പ് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, എന്തോ ഒരു കൃഷിക്ക് വേണ്ടി ഏതോ ഒരു ഐറ്റം നമ്മളിതിൽ കൃഷിക്ക് വേണ്ടി ഇറക്കി. അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തിൽ യൂറിയ, പിന്നെ ഫോസ്ഫേറ്റ്, അങ്ങനെ പല രീതിയിൽ 3 രീതിയിലുള്ള വളവും ഉപയോഗിച്ചു. വളം മാത്രമല്ല, ഇവിടെ അതിനോടൊപ്പം ഡിഫറെന്റ് രീതിയിലുള്ള, അതായത് ഗോതമ്പ് തന്നെയാണ്, പക്ഷെ ഗോതമ്പ് തന്നെ പല ടൈപ്പിലുള്ള വിത്തിനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ പല ടൈപ്പിലുള്ള വിത്തിനങ്ങളായിട്ട് 3 ടൈപ്പ് വിത്തിനങ്ങൾ ഈ 3 പ്ലോട്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത്? 3 ടൈപ്പിലുള്ള വിത്തിനങ്ങളും ഉപയോഗിച്ചു, 3 ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളവും ഉപയോഗിച്ചു.
ഇനി നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും അപ്പോൾ വ്യത്യാസമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ്, ഫെർട്ടിലൈസറും സീഡും ആണ് 2 ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്രൈറ്റീരിയ വന്നതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കാം, 2-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് വി ഗെറ്റ് C സാമ്പിൾസ് ആൻഡ് ഇൻ C കോളംസ് ആൻഡ് R സാമ്പിൾസ് ഇൻ R റോസ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ, 2 ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് കോളവും റോയും ഉണ്ടാവും. മറ്റതിൽ ഒരൊറ്റ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ C സാമ്പിൾസ് കിട്ടും, അതുപോലെ R സാമ്പിൾസും കിട്ടും. അതായത് ഒന്ന് ഫെർട്ടിലൈസറിനെ ബേസ് ചെയ്തിട്ടും മറ്റൊന്ന് സീഡിനെ ബേസ് ചെയ്തിട്ടും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. So an observation chosen from a collected data has 4 components, namely general effect, effect of the fertilizer, effect of the seed and effect of unknown factors. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒബ്സർവേഷൻ ചൂസ് ചെയ്യുമ്പോൾ ടോട്ടലി നമുക്ക് അതിൽ 4 കമ്പോണൻസ് സെലക്ട് ചെയ്യാം. ഒന്ന് ജനറൽ എഫക്റ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ കൃഷി എങ്ങനെയുണ്ട് എന്നത്. അടുത്തത് എഫക്ട് ഓഫ് ദ ഫെർട്ടിലൈസർ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വളം എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ചില വളം ഉപയോഗിച്ചാൽ നന്നായി വിളവ് നമുക്ക് കിട്ടും. ഇനി അടുത്ത എഫക്ട് ഓഫ് ദ സീഡ്, അതുപോലെ 3 ടൈപ്പിലുള്ള സീഡ് നമ്മളിപ്പോൾ ഉപയോഗിച്ചില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് എഫക്ട് ചെയ്തത് ഏത്, അപ്പോൾ സീഡിന്റെ എഫക്ട് എത്രത്തോളമാണ്. അടുത്തത് എഫക്ട് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇത് കൂടാതെ ചില ഫാക്ടേഴ്സ് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ടായിരിക്കാം, വെള്ളം, എന്താ പറയുക, വാട്ടർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4 കമ്പോണൻസ് ഈ ഒബ്സർവേഷനിൽ നമുക്ക് പിന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നുള്ളതിൽ 3 കമ്പോണൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ എത്ര എണ്ണം വരുന്നുണ്ട്, 4 എണ്ണം. കാരണം ഫെർട്ടിലൈസറിന്റെ കൂടെ ഏതുകൂടി വന്നു, സീഡും കൂടി വന്നു. ഇനി അതിനും ഒരു കോമൺ ആയിട്ട് ഒരു ഇക്വേഷനിൽ എഴുതുമ്പോൾ അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, xij ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ പ്ലസ് സിഗ്മ അല്ലെങ്കിൽ എപ്സിലോൺ ഐ ജെ. എപ്സിലോൺ എന്നും വായിക്കും, സിഗ്മ എന്നും വായിക്കും കേട്ടോ. അപ്പോൾ xij പ്ലസ്, ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇതിൽ ആൽഫ ഐ പ്ലസ് എപ്സിലോൺ ഐ ജെ എന്നായിരുന്നു, ഇവിടെയോ ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ എന്നും കൂടി വന്നു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, xij ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ പ്ലസ് എപ്സിലോൺ ഐ ജെ അല്ലെങ്കിൽ സിഗ്മ ഐ ജെ. ഇവിടെ എപ്സിലോൺ ഐ ജെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി ഒബ്സർവേഷൻ, ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ. മ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ജനറൽ എഫക്റ്റ്, ആൽഫ എന്ന് പറഞ്ഞാലോ ദ എഫക്ട് ഓഫ് ith ഫെർട്ടിലൈസർ. ഓക്കെ, ഫെർട്ടിലൈസറിനെ ബേസ് ചെയ്തിട്ടുള്ള എഫക്ട്. ബീറ്റ ജെ എന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് jth സീഡ്, അതായത് സീഡിന്റെ എഫക്റ്റിനെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് ഐ ജെ അല്ലെങ്കിൽ എപ്സിലോൺ ഐ ജെ എന്ന് പറയുന്നത് എന്താണ്, ദ എഫക്ട് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്, അതായത് 4ാമത്തെ ആ ഒരു കമ്പോണന്റിനെയാണ് സൂചിപ്പിക്കാനാണ് എപ്സിലോൺ ഐ ജെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ 2-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നും, ഒരൊറ്റ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ 1-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നും പറയുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ തിയറി പാർട്ട്. ഇനി ടൈപ്സ് ഓഫ് വാരിയൻസ്. അപ്പോൾ വാരിയൻസ് 2 രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ട് എങ്ങനെ എഴുതാം, 1-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നും 2-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നും. ഇനി 1-wayയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അതിലേതൊക്കെയാണെന്ന് നോക്കാം. 1-way ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഒന്ന് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്. ഒന്നേതാണ് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്. ഇനി അടുത്തത് ബി വാരിയൻസ് വിത്തിൻ ദ സാമ്പിൾസ്. അടുത്തത് വാരിയൻസ് അബൌട്ട് ദ സാമ്പിൾസ്. 3 രീതിയിലാണ്. ബ്രാക്കറ്റിൽ ടോട്ടൽ വാരിയൻസ് ഫോർ ഓൾ ഒബ്സർവേഷൻ ടുഗദർ. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് വാരിയൻസ് ഇൻ 2-way ക്ലാസിഫിക്കേഷൻ. 2-way ക്ലാസിഫിക്കേഷനിൽ വരുന്ന ടൈപ്സ് ഓഫ് വാരിയൻസ്. വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് ഡ്യൂ ടു കോളം വാരിയബിൾ. അടുത്തത് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് ഡ്യൂ ടു റോ വാരിയബിൾ. അടുത്തത് വാരിയൻസ് വിത്തിൻ ദ സാമ്പിൾസ്. അടുത്തത് വാരിയൻസ് അബൌട്ട് ദ സാമ്പിൾസ്. ടോട്ടൽ വാരിയൻസ് ഫോർ ഓൾ ഒബ്സർവേഷൻ ടുഗദർ. ദീസ് വാരിയൻസസ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. ഇനി ഇതിലെ ചില വാരിയൻസസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് വാരിയൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. അതെന്താണെന്ന് നോക്കാം. ദിസ് വാരിയൻസ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ വാരിയേഷൻ ഓഫ് ഡിഫറെന്റ് സാമ്പിൾ മീൻസ് ഫ്രം ദ മീൻ ഓഫ് ദ മീൻസ്, ഗ്രാൻഡ് മീൻ. അതായത് ടോട്ടൽ മീനിനെയാണ് വാരിയൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് സാമ്പിൾ മീൻസ് ഫ്രം ദ മീൻ ഓഫ് ദ മീൻസ്. ഗ്രാൻഡ് മീൻ ഈസ് ദ മീൻ ഓഫ് ഓൾ ദ സാമ്പിൾ മീൻസ്. എല്ലാ സാമ്പിൾ മീൻസിന്റെയും ഗ്രാൻഡ് മീനെയാണ് ഗ്രാൻഡ് മീൻ എന്ന് പറയുന്നത്. വാരിയൻസ് വിത്ത് ഇൻ ദ സാമ്പിൾസ്. ദിസ് വാരിയൻസ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് വാരിയേഷൻസ് ഓഫ് ദ ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് ദ സാമ്പിൾസ് ഫ്രം ദ റെസ്പെക്റ്റീവ് സാമ്പിൾ മീൻസ്. ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് പ്രോബ്ലം പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ദിസ് ഈസ് ആൾസോ
കോൾഡ് റെസിഡ്യൂവൽ വാരിയൻസ്. അപ്പോൾ ഈ തിയറി പാർട്ട് ശ്രദ്ധിക്കണം, എന്താണ് റെസിഡ്യൂവൽ വാരിയൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ റെസിഡ്യൂവൽ വാരിയൻസ് ഏത് കേസിലാണ് വരുന്നത്? വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്. വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസിൽ വരുന്ന ഒരു ടേം ആണ് ഇത് റെസിഡ്യൂവൽ വാരിയൻസ്. എന്താണ് ഈ റെസിഡ്യൂവൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ വാരിയൻസ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് വാരിയേഷൻ ഓഫ് ഡിഫറെന്റ് സാമ്പിൾ മീൻസ് ഫ്രം ദ മീൻ ഓഫ് ദ മീൻസ്. ഓക്കെ, അതായത് ഗ്രാൻഡ് മീനിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസിഡ്യൂവൽ വാരിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാരിയൻസ് അബൌട്ട് ദ സാമ്പിൾസ് അല്ലെങ്കിൽ ടോട്ടൽ വാരിയൻസ്. എന്താണ് ഈ ടോട്ടൽ വാരിയൻസ് എന്ന് പറയുന്നത്? ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുണ്ട്. ദിസ് റെഫേഴ്സ് ദ വാരിയേഷൻ ഓഫ് all the items of all the samples from mean of means, grand mean. അതായത് ടോട്ടൽ വാരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? വാരിയൻസ് അബൌട്ട് ദ സാമ്പിൾസ്. ഇനി വാരിയൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് ഡ്യൂ ടു കോളം വാരിയബിൾ ആൻഡ് ഡ്യൂ ടു റോ വാരിയബിൾ. ഇൻ ദ കേസ് ഓഫ് two-way അനലൈസിസിൽ ദർ ആർ ടു വാരിയബിൾസ്. നമുക്കറിയാം two-way അനലൈസിസിൽ രണ്ട് വാരിയബിൾ വരാം. ഇപ്പോൾ ആ എക്സാമ്പിളിൽ ഏതൊക്കെയായിരുന്നു? ഫെർട്ടിലൈസറും സീഡും അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസിൽ ദ എഫക്ട് ഓഫ് വാരിയൻസ് ഇൻ ദ വാല്യൂസ് ഓഫ് വൺ ഓഫ് ദ വാരിയബിൾ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ എഫക്ട് ഓഫ് വാരിയൻസ് ഓഫ് ദ അതർ വാരിയബിൾ. If the work out variation of different samples reading the observation column wise, we get variance between the samples due to column variable. Similarly, we can find variance between the samples due to row variable. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വാരിയബിൾ ആണ് two-way ക്ലാസിഫിക്കേഷനിൽ എഫക്ട് ചെയ്യാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ എക്സാമ്പിളിൽ ഏതൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഫെർട്ടിലൈസറും സീഡും അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് കോളും റോയും ഒക്കെ നമ്മുടെ പ്രോബ്ലത്തിൽ ഉണ്ടാവും. അപ്പോൾ റോയിൽ വരുന്ന വാല്യൂസും കോളത്തിൽ വരുന്ന വാല്യൂസും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, വാരിയൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് ഡ്യൂ ടു കോളം വാരിയബിൾ ആൻഡ് ഡ്യൂ ടു റോ വാരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? നന്നായി വായിച്ച് മനസ്സിലാക്കുക. തിയറി പാർട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രോബ്ലം പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.